ചിന്നപ്പോ ഒരു ചായ തരോ? ഞാനിപ്പോ ആർക്കും സാറേ, സാർ എന്നിട്ട് കഴിച്ചു. കലക്കൻ ടീഷർട്ടാണല്ലോ സാറേ. താടിയുള്ള ടീഷർട്ടോ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു സാറേ. വേണോ? വേണമെന്ന് പറഞ്ഞാൽ സാർ തരുമോ? ഞാനത് വാഷ് ചെയ്തിട്ട് നാളെ തരാം. ഞാൻ തന്നെ വാഷ് ചെയ്തോളാം. ഈ വാഷ് ചെയ്ത സമയം കൊണ്ട് സാറിന്റെ മനസ്സ് മാറിയാലോ. സാറേ, ചായ എടുത്ത് യൂറിൻ ഗ്ലാസ് എടുത്തോ. നാറ്റം നാറ്റം. നനച്ചെടുക്കാം. നമുക്ക് ജീപ്പ് എടുക്കാറുണ്ടല്ലോ സാറേ. എന്തിന്? ഇതല്ലേ നല്ലത്. കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ട് ലാലിച്ചിന് ബുദ്ധിമുട്ട് എനിക്കാ. സാറിന് ഒരു കുറവും പറ്റുമെന്ന് കൃഷ്ണ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബുദ്ധിമുട്ട് അങ്ങനെ ഒരു വാക്കിന്റെ നിഘണ്ടുവില്ല സാർ. സാറിന് എന്തെങ്കിലും ആവശ്യം ഞാൻ ചിന്നപ്പനോട് ചോദിച്ചാൽ പോരെ. അയാളെ മോളിലെ ടാങ്കിനാരെ നോക്കുന്നുണ്ട്. ഞാൻ അയാളുടെ അടുത്ത് എന്ത് ചോദിച്ചാലും അവള് ചിരിച്ചു കാണിക്കും. എന്നിട്ട് തമിഴ് പാട്ടും കേട്ടുകൊണ്ട് വല്ല കരകൗശലപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം. പാവമാ സാറേ, ഒന്നും പറയണ്ട. എന്റെ സുഹൃത്താ. അയാൾക്ക് ശമ്പളം വല്ലതും കൊടുക്കുന്നു? പിന്നെ 10,000 രൂപ കൊടുക്കും. 10,000 രൂപയോ? 5,000 രൂപ ഞാനെടുക്കും സാർ. അയാൾക്ക് 2,000 രൂപയുടെ ആവശ്യവും അത് കൊടുക്കും. പാവല്ലേ. എന്താ സാറേ ചിരിക്കുന്നത്? ഒന്നുമില്ല. എന്റെ ദൈവമേ, 4 പിള്ളേരാ സാറേ. ഈ ശമ്പളം തികയോടോ? എവിടുന്ന് കിമ്പളം മേടിക്കും. എന്നാ ഞാനും എന്തെങ്കിലുമൊക്കെ തരാം. ഓ, സ്നേഹം മതി. അയ്യോ, അത് മാത്രം ചോദിക്കരുത് പ്ലീസ്. എന്തെങ്കിലും പറ്റിയോ സാറേ? ഇല്ലല്ല. കഷ്ടയാ. ഇതെന്താ സാറേ? അത് ഞാൻ വാങ്ങിയതാ. മാളൂന്. അതാരാ? മോളാണ്. ചുള്ളനായിട്ടുണ്ടല്ലോ. എടാ, ഇൻഡിക്കേറ്റർ വിട്ടിട്ടുണ്ട്. കാശ് വേണ്ടേ? പിന്നെ അയാളെ നമുക്ക് എന്ത് പ്രയോജനം? അത് വേണോ? നീ വേണോ? ഇപ്പൊ കിട്ടി. സോറി, ഞാൻ സോറി കോപ്പ്. എന്റെ കയ്യാ പോയി. സാറിന്റെ കണ്ണിലെന്താ കുരുവാ? എങ്ങോട്ടാ? ഇൻഡിക്കേറ്റർ പൊട്ടി. താൻ എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? കാശ് എടുക്ക സാറേ. അതിന് നിങ്ങൾക്ക് 1000 രൂപ 2,000 രൂപ സിഗരറ്റ് ഓടിക്കുന്ന ആളല്ലേ? കാശാ സാറേ. ഇപ്പൊ എന്താ കാശില്ലേ? സാർ ആൾക്കാരൊക്കെ വരുന്നുണ്ടേ. നാണക്കേടാണേ. സാർ കാശ് എടുക്ക് സാറേ. എടുക്ക് സാറേ. സാറേ, 500 കൂടി പണിയൊക്കെ തീർത്തോക്കണ്ടേ? വെച്ച് ഞാൻ എവിടെക്കൊണ്ടിരിക്കാണ്ട് കൊടുക്ക് സാറേ. 500 ഇട്ടടാ. അപ്പൊ ശരി. കീ സാറോട്ടെ പൈസ ഇട്ടേ. ബാ. ഇൻഡിക്കേറ്റർ മാറ്റണേ. ആദ്യം വണ്ടിയോട് നോക്ക്, എന്നിട്ടല്ലേ ഇൻഡിക്കേറ്റർ. ഹെഡ്ലൈറ്റ് ഇല്ലാത്ത വണ്ടിക്ക് എന്തിനാടാ ഇൻഡിക്കേറ്റർ? നമ്മൾ 5 പേരല്ലേ? വീതം വെക്കുമ്പോ എങ്ങനെയാ? ആൾക്കൊന്ന് 500 വീതം. പോവാ സാറേ. സാറേ, എന്ത് മോഹം പാടിയിരിക്കുന്നേ? ഒന്നുമില്ലടോ. നമുക്ക് ആ പാലം പണിയുന്ന സ്ഥലം വരെ ഒന്ന് പോയാലോ? അതിനെന്താ സാറേ? നേരെ പോയാൽ മതി. ഇവിടെ അടുത്ത് തന്നെ. എന്നാ പോവാം. സാറേ, അതാണ് ആമിനാന്റെ ഉപ്പൂപ്പ. ആമിനാന്റെ ഉപ്പൂപ്പ? ഈ ഗേറ്റ് തുടങ്ങിയ കാലം മുതൽ ഇയാളാണ് ഇവിടുത്തെ ഗേറ്റ് കീപ്പർ. ദാണ്ട ഈ ഗേറ്റിന്റെ ഉടമസ്ഥനതാ വിചാരം. എന്നിട്ട് നമ്മളെ പുതിയ പാലം പണി വന്ന എഞ്ചിനീയറാ.
ഇങ്ങോട്ടിരിക്കാം സർ. ഈ ട്രാക്കിൽ ബെഞ്ചിട്ടിരിക്കാൻ. ഈ സമയത്ത് വണ്ടിയൊന്നുമില്ല. അല്ലെങ്കിൽ വേണ്ട, അകത്തോട്ടിരിക്കാം. അതെ, ഞാൻ ഇവിടെ ഇരിക്കാമെന്നല്ല. ഇയാളിത് എന്താണ്? അതവിടെ അങ്ങനെ വെച്ചിട്ട് പോയി ഇരിക്കാൻ പറ. വെറുതെ മനുഷ്യൻ. വേണ്ട വേണ്ട, ബെഞ്ച് വേണ്ട. മര്യാദയില്ലാതെ ജീപ്പ് ട്രാക്കിലിട്ടിട്ട് ന്യായം പറയാം. ഒരു കട്ടൻ എടുക്കട്ടെ? വേണ്ട സാറേ, ഇതൊരു വോട്ട് ബാങ്കാണ്. ഒരു 10,000 വോട്ടർമാരുണ്ടാവും. കണക്കെടുക്കുമ്പോൾ ആക്കൊന്ന് 10,000 കൊടുത്താൽ 10 കോടി. കപ്പലോട്ടിക്കാം, തുറമുഖമുണ്ടാക്കാം, അവരെ ബഡ്ജറ്റ് കാര്യം നടക്കുകയും ചെയ്യും, പേരും കിട്ടും. ഓനച്ചം വെറും ഡമ്മിയ. ഇതൊക്കെ പാർട്ടിയിലെ തലമൂത്തമാരെ പ്ലേയാ സാറേ. ഇതൊക്കെ നമ്മളെ ചെക്കന്മാരാ സാറേ. എന്തൊക്കെയാ സാറേ പ്ലാൻ? അല്ല, സാർ ഒറ്റയ്ക്കേ ഉള്ളൂ? അല്ല, വരും. 2-3 അസിസ്റ്റൻസ് ഉണ്ടാവും. സാറേ, ഒരു ചായ കുടിക്കുന്നോ? നമ്മളെ പാപ്പന്റെ കടയാ. അയ്യോ വേണ്ട, ഞാൻ ഇവിടുത്തെ ഒരു ചായ കുടിച്ചതാ. നല്ല ചായ. ഹലോ, സുഖല്ലേ? കൊള്ളാം. ഒന്നിൻ്റെ അടുത്ത് വിളിച്ചിരുന്നു. നാളെ ഉച്ചയ്ക്ക് ശേഷം പോണം കേട്ടാ. എത്ര എണ്ണം വേണം? ഒരു 4 കവർ എടുത്തോ. ഞാൻ പോവാ. ഇന്നലെ വണ്ടി വെയിറ്റ് ചെയ്യുന്നു. ലാലിച്ച. ഓ, എന്തിനാ? സാറ് വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. എന്തിനാ? ഇല്ല, ഒന്നുമില്ല. നാളെ കാണാം. പിള്ളേരുടെ ഒരു കാര്യം പോവല്ലേ? ആ പയ്യനോട് എന്തെടുക്ക? അവനൊരു വലിയ സംഭവം സാറേ. അത് മനസ്സിലായി. താൻ ചെറിയ സംഭവമാക്കി പറഞ്ഞാൽ മതി. സാറേ, മുമ്പുണ്ടായിരുന്ന ഗണപതി സാർ തുടങ്ങി വെച്ചതാ ഗപ്പിയെ വളർത്തൽ. വലിയ വരുമാനം ഇല്ലാത്തതുകൊണ്ട് അതങ്ങ് നിർത്തി. പക്ഷേ സിറ്റിയിൽ കൊതുക് ശല്യം കൂടിയതോടെ ഗപ്പിക്ക് ആവശ്യക്കാരും കൂടി. ഒരു ദിവസം ഞാനിത് നമ്മുടെ പാപ്പൻ്റെ ചായക്കടയിരുന്ന് പറഞ്ഞ് അതോടെ ആ ചെക്കൻ ആ ഓടയിൽ കൃഷി തുടങ്ങിയില്ലേ, ഗപ്പി കൃഷിയേ. മിടുക്കനാ സാറേ. എന്താ അവൻ്റെ പേര്? അതല്ലേ, ഈ മീൻ പിടിക്കാനും മീൻ വളർത്താനും തുടങ്ങിയതോടെ അവൻ്റെ പേരെല്ലാവരും ഗപ്പി എന്നങ്ങിട്ട്. ഗപ്പി? അവൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ സാറേ. അവൻ്റെ അച്ചായും പണ്ട് കടലിൽ പണിക്ക് പോകുമായിരുന്നു. ഒരു ദിവസം പണിക്ക് പോയിട്ട് തിരിച്ചു വന്നത് ഡെഡ് ബോഡി ആയിട്ടാണ്. അതോടെ അവൻ്റെ തള്ളയ്ക്ക് സ്ട്രോക്കും വന്ന് 2 കാലും തളർന്നു പോയി. പിന്നെ അവൻ്റെ തള്ളയ്ക്ക് അവനെ കടലിൽ വിടാൻ പേടിയാ. ചെറുക്കം പെട്ടില്ലേ? അപ്പോൾ ട്രാജഡി ആണല്ലേ? അതെ. പാവോ? അവനോ? അതെ സാറേ, പാവാ. അവനപ്പോൾ പഞ്ചായത്തായിട്ട് യാതൊരു ഡീലും ഇല്ല അല്ലേ? എവിടെ ഒക്കെ ഞാനല്ലേ. കൃഷ്ണ സാറിന് കുഴപ്പമില്ല. എൻ്റെ സാറേ, ഞാനേ ഗപ്പി ജോഡിക്ക് 3 രൂപ വെച്ച് അവന് കൊടുക്കും. എത്ര? 2 രൂപ വെച്ച്. എത്ര? എൻ്റെ സാറേ, 1.5 രൂപ ഞാനും എടുക്കും. ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ദൈവമേ, 4 പിള്ളേരാണ് സാറേ. സാറേ, ആരോട് പറയല്ലേ? ഇല്ല.